ഇന്ന് ടീം UDF മന്ത്രിസഭ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. കൃത്യം 10 മണിക്ക് തന്നെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങുകൾ നടക്കുക. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി മുതൽക്ക് തന്നെ നിരവധി പ്രവർത്തകർ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. എന്തായാലും കൃത്യം 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എന്തുമാത്രം പ്രവർത്തകരാണ് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ ഒരുക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. മാത്രവുമല്ല സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, പ്രധാനപ്പെട്ട നിരവധി നേതാക്കളുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP അടക്കമുള്ളവരുണ്ട്. പ്രധാന മറ്റു പല നേതാക്കളും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു ചടങ്ങാക്കി മാറ്റുവാനാണ് UDF ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനെ എന്തായാലും നോക്കിക്കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇത്തവണ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. കാരണം 10 വർഷത്തിന് ശേഷമാണ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. സ്വാഭാവികമായും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഊർജ്ജവും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള രീതിയിൽ തന്നെ അത് മാറ്റിയെടുക്കുക എന്ന് തന്നെയാണ് UDF ക്യാമ്പ് ആലോചിക്കുന്നതും. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എബി ചേരുന്നുണ്ട്. എബി, ഒരിക്കൽ കൂടി നമ്മൾ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ തന്നെ സ്റ്റേഡിയം പൂർണ്ണമായിട്ടും ആ വേദിയൊക്കെ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല ഇനിയും ആളുകൾ എത്താൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 മണിവരെ അകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നു എന്ന് പറയുമ്പോഴും ആളുകൾ പുറത്തു നിൽക്കേണ്ടി വരുമോ ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ? ലിജിനെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ പ്രവർത്തകരെല്ലാവരും ഉള്ളത്. ലിജി പറഞ്ഞ പോലെ തന്നെ 10 വർഷത്തെ ഒരു ഇടവേള, അതിനുശേഷം അധികാരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുഴുവൻ പകിട്ടും ആഘോഷങ്ങളും ഒക്കെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ ഈ പ്രവർത്തകരുടെ ഒരു വലിയ ഒഴുക്ക് നമുക്ക് തലസ്ഥാന നഗരിയിലേക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ഇന്ന് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന്, സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്ന് ആളുകൾ, അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ട സഞ്ചയം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആവേശം ഒട്ടും തന്നെ കുറവില്ല. ഞാനേ മുസ്ലിം ലീഗിലെ 5 മന്ത്രിമാർ സത്യപ്രതിജ്ഞയാണ് ഒരു ഇത്. പിന്നെ ഞാൻ കൊടുങ്ങല്ലൂർ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിനൊരു യുവ നേതൃത്വം OJ ജനീഷിലൂടെ, അതിൻ്റെ സന്തോഷത്തിലാണ്. 2 സന്തോഷമാണ്. പിണറായി വിജയൻ്റെ ഭരണം അവസാനിച്ചതും V.D. സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മന്ത്രിസഭ. ജനങ്ങളെല്ലാം ആവേശത്തിലാണ്. വലിയ ആവേശം തന്നെയാണ്. ഞാൻ കായംകുളത്തു നിന്നാണ്. ഞങ്ങൾ ഇരട്ടി മധുരമാണ്. 20 വർഷക്കാലം ഞങ്ങൾക്ക് MLA ഇല്ലായിരുന്നിട്ട് ഇപ്പോൾ MLA M. ലിജു ആണ് ഞങ്ങളുടെ MLA. പക്ഷേ ഇപ്പോൾ മന്ത്രിസ്ഥാനം കൂടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. LDF സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണിത്. ഞങ്ങളെ തല്ലിച്ചതച്ച നമ്മുടെ ആലപ്പുഴയുടെ MLA V.D. സതീശ്, AD തോമസിനെ പോലുള്ള ആളുകളെ തല്ലിച്ചതച്ച LDF സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണ്. ജനങ്ങളെ ദ്രോഹിച്ച സർക്കാരാണ്. ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ് കായംകുളത്തിന്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, M. ലിജുവിന് അഭിവാദ്യങ്ങൾ, V.D. സതീശന് അഭിവാദ്യങ്ങൾ, V.D. സതീശന് അഭിവാദ്യങ്ങൾ. ലിജിന, ഈ നിലയിൽ വലിയ ആവേശം തന്നെ നമുക്കിവിടെ എല്ലാവരുടെ അടുത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇത്തരത്തിൽ LDFന്റെ ഭരണം അവസാനിച്ചു, അതിൽ UDFന്റെ ഭരണത്തിലേക്ക് വരുന്നു. ആ നിലയ്ക്കുള്ള വലിയ ആഘോഷവും ആവേശമൊക്കെ തന്നെ ഈ പ്രവർത്തകരൊക്കെ തന്നെയും വലിയ പ്ലക്കാർഡുകൾ, ബാനറുകളൊക്കെ തന്നെയും ഏന്തിക്കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു വലിയ ഒരു ആവേശവും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. V.D. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബാനറുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് ഈ നിലയിൽ അവർ അവരുടെ സന്തോഷം, ആഹ്ലാദമൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ കൊടിതോരണങ്ങളൊക്കെ തന്നെ നമുക്കിങ്ങ് വരുന്ന വഴിക്കൊക്കെ തന്നെ കാണാം. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇനിയും ഈ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ്. അങ്ങനെ 9 മണിവരെ പ്രവേശനമുണ്ട്. 50,000-ലധികം ആളുകൾ കൃത്യമായും ഇവിടേക്ക് 50,000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത്രയും ആളുകളെയാണ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ വേദി അല്ലെങ്കിൽ ഈ ഒരുക്കിയിരിക്കുന്നത് തന്നെ വളരെ പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ്. വലിയ പ്രധാനപ്പെട്ട ഒരു വേദിയുണ്ട്. അതിന് തൊട്ട് അടുത്തായി കൂടുതൽ ആളുകൾക്ക് LED സ്ക്രീനുകളിൽ ഈ പരിപാടികൾ കൃത്യമായി കാണുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. ആ നിലയ്ക്ക് വരുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ ഈ പരിപാടി പങ്കെടുത്ത് കണ്ട് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ആ നിലയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കൃത്യം 10 വർഷം മുമ്പാണ് UDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്.
അതിനുശേഷം 10 വർഷം പിന്നിടുമ്പോൾ അത് ഒരു വലിയ ജനക്കൂട്ടത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. വി.ഡി. സതീശനും 20 മന്ത്രിമാരും ഇന്ന് ഇത്തരത്തിൽ അവിടേക്ക് എത്തുന്നു, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ പ്രധാനപ്പെട്ട വേദിയിൽ അതിൻ്റെ സ്റ്റേജിലൊക്കെ തന്നെ അത് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിൻ്റെ അവസാനവട്ട നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിലെ പരിപാടിയിൽ അല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കണ്ടതുപോലെയുള്ള കാര്യങ്ങളല്ല. ലോക്ഭവൻ നിർദ്ദേശിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും മാത്രമായിരിക്കും സ്റ്റേജിൽ ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള ആളുകളൊന്നും തന്നെ അത്തരത്തിൽ സ്റ്റേജിലേക്ക് ഉണ്ടാവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ തന്നെ വി.ഡി. സതീശന് തന്നെ പറഞ്ഞിരുന്നു ഇത്തവണ എന്തായാലും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നില്ല എന്നുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് പുതിയ UDF മന്ത്രിമാർക്ക് ലഭിക്കുക. അതിൽ VN വാസവന്റെ വാഹനമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന് ലഭിക്കുക. മറ്റു മന്ത്രിമാർക്കുള്ള കാറുകളും അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ് സർവീസ് ചെയ്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ തന്നെ എത്തിച്ചിട്ടുണ്ട്.